പറമ്പിലൊക്കെ വിൽക്കാൻ നിൽക്കണ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഏത് പുറത്തിന് പോയാലും ആ സാധനം കഴിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് വരാറില്ല. അപ്പം നമുക്ക് ഇന്ന് അത് ഉണ്ടാക്കിയാലോ. അപ്പം നമ്മുടെ ജയ്ഹിന്ദ് മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് വില കുറവിന് കിട്ടിയിട്ട് കോളിഫ്ലവർ. അപ്പം ഞാനത് അങ്ങോട്ട് വാങ്ങി അതിൻ്റെ ഇലയ്ക്ക് കളഞ്ഞെടുത്തിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കല്ലുപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട്, അതൊക്കെ പോകാനായിട്ടാണ്. മാവ് ഉണ്ടാക്കാനായിട്ട് കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, കായംപൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ നല്ല ലൂസ് ആവരുത്, ഇതേപോലെ കുറച്ച് തിക്കിലാവണം ഉണ്ടാവാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ എളുപ്പപ്പണിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇട്ടിട്ട് ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം കേട്ടോ. വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുക, നല്ലതായിട്ട് മൊരി വരും കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ടുള്ള കാരണം നല്ല ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ വീട്ടിൽ, സൂപ്പർ സാധനമാണ്. ഒരു കട്ടൻ ചായ ഈ സംഭവം ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ വൈകുന്നേരത്തേക്ക് ചായക്ക് കടിയായിട്ട്. പിന്നെ ഞാനിതിന് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് കൂടിയിട്ടാണ് കഴിക്കണേ. കണ്ട ഇതേപോലെ നല്ല ഫ്രൈ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇന്ന് നമുക്ക് ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയല. ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.